ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഒരുപാട് പേര് കുറേ വീഡിയോയുടെ അടിയിലായിട്ട് അതുപോലെ തന്നെ എനിക്ക് പേഴ്സണൽ മെസ്സേജായിട്ട് പലപ്പോഴായിട്ട് ആവശ്യപ്പെട്ടിരുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ തരുന്നത്, ഗരം മസാല. അപ്പോൾ അത് ഞാൻ ചെയ്യാതിരുന്നതിൻ്റെ ഒരു കാരണം, അതിന് ഞാനൊരു ക്ഷമ പറയുവാണ്. കുറേ പേര് ചോദിച്ചിട്ട് എന്നോട് പിണങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഞാനത് ചെയ്യാതിരുന്നതിൻ്റെ കാരണം, ഞാൻ എല്ലാ കറിക്കും ആ കറി ഉണ്ടാക്കുമ്പോഴും ഫ്രഷായിട്ട് ആ ഒരു കറിക്ക് വേണ്ട ഗരം മസാല പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കതാണ് ഇഷ്ടം. അതായത് നമ്മളൊരു നോൺ വെജ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഈ ഒരു ഗരം മസാല എന്ന് പറയുമ്പോൾ ബീഫ്, ചിക്കൻ, അതുപോലെ ബിരിയാണി, വെജിറ്റബിൾ കറികൾ എന്തെങ്കിലും, അതുപോലെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അങ്ങനെയൊക്കെ ഗരം മസാല ഇടേണ്ട സാഹചര്യമുള്ള കറികൾ എല്ലാത്തിലും ഈ ഒരു ഗരം മസാല നല്ല ടേസ്റ്റാണ്. ഇതിന് ഒരു കുത്തലിൻ്റെ ഒരു രുചിയും ഇതിനില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ബിരിയാണിക്കും ഈ മസാല നല്ലതാണ്. ഞാനിത് ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന മസാല ഇതാണ് കേട്ടോ. പിന്നെ മട്ടൻ, അതുപോലെ തന്നെ താറാവ്, ഇതിനൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ, അതുപോലെ ഫിഷ്, ഇതിനൊക്കെ ചേർക്കുന്ന ഗരം മസാല ചേർക്കുന്ന അവസരങ്ങളുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഈ ഒരു മസാല മാത്രം ചേർത്താൽ പറയും. ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ അഡീഷണലായിട്ട് ഫ്ലേവർ വരുന്ന സാധനം കൂടെ നമ്മൾ ആ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ചേർക്കണം. അത് ഞാൻ അങ്ങനെയുള്ള റെസിപ്പികളിലൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മട്ടൻ മസാല, ചിക്കൻ മസാല, ബീഫ് മസാല, അതുപോലെ ഫിഷ് മസാല, അങ്ങനെയൊക്കെ സെപ്പറേറ്റ് മസാല ഞാൻ ചെയ്തു തരാം. കാരണം എല്ലാ മീറ്റിനും ഒരേ മസാലയാണ്, ആ കറിക്കെല്ലാം ഒരേ ടേസ്റ്റ് ആയിരിക്കും. അല്ലാതെ ഓരോ ഡിഫറെൻറ്റ് ഫ്ലേവർ കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ. ഓരോ മീറ്റിനും ഓരോ മസാലയിൽ ചില ഇൻഗ്രീഡിയൻസ് വ്യത്യാസപ്പെട്ടിരിക്കും. എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഓരോന്നിനും മസാല ഇനി ഞാൻ ഇടുന്നതാണ്. ഇതിപ്പം തൽക്കാലം കോമൺ ആയിട്ട് ഒരു ഗരം മസാലയാണ്. അപ്പം നിങ്ങളിത് കണ്ടിട്ട് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം. ഇത് ടേബിൾ സ്പൂണാണ്, അതായത് വലിയ സ്പൂണ്. അതുപോലെ ഇത് ടീസ്പൂണാണ്. ഇനി ഞാൻ ഓരോ സാധനങ്ങളും എടുത്ത അളവ് പറഞ്ഞുതരാം. ഗരം മസാല ഉണ്ടാക്കാനായിട്ട് ഇപ്പം ഞാനിവിടെ ഇത്രയും സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് കൊത്തമല്ലി അഥവാ പൊടിക്കാത്ത മല്ലി, പച്ചമല്ലിയില്ലേ, അതാണിത്. ഇത് 2 ടേബിൾ സ്പൂൺ ഉണ്ട്, അതായത് ടേബിൾ സ്പൂണാണ് എടുത്തത്. അതുപോലെ ഇതും പെരുംജീരകവും 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ ഏലക്കയാണ്. ഇതെടുക്കുമ്പോൾ നിങ്ങൾ ടേബിൾ സ്പൂണിന് അത് ലെവൽ ചെയ്ത് കറക്റ്റായിട്ട് ഒരു കൂന പോലെ മേലോട്ട് നിൽക്കാതെ കറക്റ്റായിട്ട് എടുക്കണമേ. 1 ടേബിൾ സ്പൂൺ ഏലക്ക. അതുപോലെ ചെറിയ ജീരകം അഥവാ നല്ല ജീരകം, ഇത് 1 ടീസ്പൂണ് ഫുൾ എടുത്തിട്ടുണ്ട്. അതും ഒരുപാട് കൂടുതൽ. അതുപോലെ തക്കോലം അഥവാ സ്റ്റാർ അനീസ്, ഇത് 2 എണ്ണം, അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ പൊടിക്കാത്ത കുരുമുളക്, ഇത് ഒരു 1/2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, ഇതും ഇതുപോലെ തന്നെ കറക്റ്റ് 1 ടേബിൾ സ്പൂൺ എടുക്കുക, കുത്തി നിറച്ചെടുക്കരുത്. ഈ ഒരു നീളത്തിലുള്ള 2 കഷ്ണം പട്ട. ഈ ഇത്ര നീളമെങ്കിലും വേണം കേട്ടോ. ഇതിൽ ഒരുപാട് കൂടണ്ട. പട്ട കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഗരം മസാലയ്ക്ക് ഒരു പട്ടയുടെ ഒരു കുത്തൽ ചുവ വരും. അതുപോലെ ജാതിപത്രി, ഇതേപോലെ 2 ഇതള്. ഇത് ബേ ലീഫ് അഥവാ കറുവേല, ഇതും അത്യാവശ്യമാണ്. കാശ്മീരി വറ്റൽമുളകാണ്, കാശ്മീരി ചില്ലിയാണ്, അധികം എരിവില്ല. ഇത് 10 മുതൽ 12 വരെ ചേർക്കാം. അപ്പം ഇതിൽ ഞാൻ 12 എണ്ണം ചേർത്തിട്ടുണ്ട്. അപ്പം ഇത് നാട്ടിലൊക്കെ കിട്ടുന്നതാണെങ്കിൽ നല്ല നിറമുള്ളതാണ്. ഇവിടെ അങ്ങനെ നല്ല നിറമുള്ളതൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കിട്ടുന്ന എടുത്തന്നേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് ചൂടാകാൻ വെച്ചിരിക്കുന്നത്. ഇതിലാണ് ഞാൻ ഈ ഗരം മസാല ഐറ്റംസ് ചൂടാക്കിയെടുക്കുന്നത്. നമ്മൾ തീ വളരെയധികം നിയന്ത്രിച്ച് വേണം ഇത് ചെയ്യാൻ. ചെറിയ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗരം മസാല നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ ഈ വറ്റൽമുളക് ഇതിനിടയ്ക്ക് കിടന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഈ നമ്മുടെ പിരിയൻ മുളക് അഥവാ കാശ്മീരി ചില്ലി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ആണ് ബാക്കി സാധനങ്ങളുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ചട്ടി ചൂടായിട്ടുണ്ട്, ഇത് ഇട്ട് കൊടുക്കുവാണ്. ഇതിൻ്റെ ഈ ഞെടുപ്പോട് കൂടി തന്നെയാണ് നമ്മളിത് വറക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഞെടുപ്പും കൂടെ ഇത് വറുത്തതിന് ശേഷം പൊടിച്ച് കിട്ടുമ്പോഴാണ് നമ്മുടെ ഈ ഗരം മസാലയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ പൊടിക്കുന്ന സാധനത്തിന് നല്ലൊരു കൊഴുപ്പുണ്ടാകുന്നത് കേട്ടോ. അപ്പം ഞാനിത് ഒരു 1/2 മിനിറ്റ് മുതൽ 3/4 മിനിറ്റ് വരെ, അതായത് 1 മിനിറ്റ് ഇല്ല, ചൂടാക്കിയിട്ടുണ്ട്. ഇത്രയും ചൂടായാൽ മതി, ബാക്കി ഇതിൻ്റെ കൂടെ കിടന്ന് ചൂടായിക്കോളും കേട്ടോ. ഇനി ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. പെരുംജീരകം,
കൊത്തമല്ലി, ഏലക്ക, കുരുമുളക്, ചെറിയ ജീരകം അഥവാ നല്ല ജീരകം, തക്കോലം, ഗ്രാമ്പൂ, പട്ട. ഇനി ഇത് ചേർത്തിട്ട് ഒരു മിനിറ്റോളം നമ്മൾ നല്ലതുപോലെ ചെറിയ തീയിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം. തീ കൂട്ടി വെക്കരുത്. അതായത് ഒരുപാട് ഓവറായിട്ട് ഇത് മൂത്ത് പോകരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മണമൊക്കെ പോവും. അപ്പോൾ നമ്മളിങ്ങനെ വറക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഉള്ള ഒരു എന്താ പറയുക, അതിൻ്റെ ആ മണം ഉണ്ടാക്കുന്ന വസ്തുക്കളൊക്കെ ഒന്ന് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ വറക്കുന്നത്. സാധാരണ രീതിയിൽ നാട്ടിലൊക്കെ ഇത് വറക്കുന്നതിന് പകരം വെയിലത്ത് വെച്ച് ഉണക്കിയാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. 1/2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 2 ഇലയും അതുപോലെ ജാതിപത്രിയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ട് ഒരു ചെറിയ മണം വരുന്നിടം വരെ, അതുപോലെ തന്നെ ഒരു ചെറിയ നിറം വ്യത്യാസം ഒരുപാട് വരില്ല, ചെറുതായിട്ടൊന്ന് ലൈറ്റ് ഷെയ്ഡാകുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യും കേട്ടോ. മതി, ഞാൻ ഓഫ് ചെയ്തു. ഇപ്പോൾ നല്ല മണവും വന്നു, ചെറുതായിട്ട് കളർ ചേഞ്ച് തുടങ്ങാൻ വരുന്നുണ്ട്. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ എടുത്ത് പറയുന്നതിൻ്റെ കാരണം ഇത് ഒരുപാട് അങ്ങ് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിറം ഒരുപാട് മാറിക്കഴിഞ്ഞാലൊക്കെ ടേസ്റ്റ് മാറും കേട്ടോ. അത്രയേ ഉള്ളൂ. മുളകൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്, കിലുകില സൗണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു ചട്ടിയിൽ ഇത് വെക്കത്തില്ല, കാരണം ഈ ചട്ടി അറിയാമല്ലോ, ഇരുമ്പ് ചീനിച്ചിട്ടൊക്കെ നല്ല ചൂടുള്ളതാണ്. ഞാനൊരു പാത്രത്തിലോട്ടിത് മാറ്റി വെക്കട്ടെ. അപ്പം ഞാൻ തീ ഓഫാക്കി ഇത് എല്ലാം ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയും ചെയ്തു. ഇനി ഇതേ ചൂടോടുകൂടി തന്നെ നമുക്കിത് പൊടിക്കണ്ട, ഒരു ലേശം ഒന്ന് ചൂടാറണം. എന്നാൽ ചെറിയൊരു ചൂടിൽ ഇത് പൊടിച്ചെടുക്കണം. അപ്പോൾ ചൂടോടുകൂടി പൊടിച്ചാൽ ഇത് പൊടിഞ്ഞൊക്കെ കിട്ടും, പക്ഷേ നമ്മുടെ മിക്സിയുടെ അടപ്പ് തെറിച്ച് പോകും കേട്ടോ. മിക്സിയുടെ മീൻസ് ജാറിൻ്റെ അടപ്പ്. സാധാരണ ഗരം മസാല പൊടിക്കുമ്പോൾ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ മണമൊക്കെ കറക്റ്റായിട്ട് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊത്തമല്ലിയും വറ്റൽമുളകും ഈ തണ്ടോടുകൂടി തന്നെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നമ്മളിത് നല്ല പൗഡർ പോലെ തന്നെ പൊടിച്ചെടുക്കണം. ഞാൻ പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരാം. തൽക്കാലം ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗരം മസാല പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം മല്ലി അതുപോലെ തന്നെ ബിരിയാണി മുളകിൻ്റെ തണ്ട് അതെല്ലാം കൂടെ ചേർത്ത് നമ്മളിത് പൊടിക്കുന്നതുകൊണ്ട് ഇതേപോലെ നല്ലതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ചൂട് ആറി, ഒരുപാട് അങ്ങ് ചൂടാറാൻ നിൽക്കേണ്ട, ഏകദേശം ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. ഞാനിത് ഈ ഗ്ലാസ് ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്, നിങ്ങളെ അടുത്തൊന്ന് കാണിക്കാം. ഗ്ലാസിൻ്റെ ജാറ് ഒട്ടും വെള്ളമയം കാണല്, ഡ്രൈ ആയിരിക്കണം. അതുപോലെ ഗ്ലാസ് ജാർ ആയിരിക്കണം, പ്ലാസ്റ്റിക് ബോട്ടിലിനെക്കാട്ടിൽ ഇതിലാണ് നല്ലത്. അതുപോലെ നല്ലതുപോലെ ടൈറ്റായിട്ട് അടച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, വായു കടക്കരുത്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചുവ അഥവാ കുത്തൽ ചുവ അങ്ങനെ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല നമ്മുടെ ഒരു കറിക്ക്. അതുകൊണ്ട് ഇത് നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാൻ പറ്റുന്ന ഒരു മസാലയാണ്. ഈ ഒരു മസാലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചിക്കൻ, മട്ടൻ, ബീഫ് അല്ലെങ്കിൽ താറാവ്, പിന്നെ എന്താ പറഞ്ഞ പ്രോൺസ്, എന്തിനു വേണമെങ്കിലും ചേർക്കുന്ന ഒരു ഗരം മസാലയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഗരം മസാലയാണ്. അതുപോലെ തന്നെ ബിരിയാണിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ബിരിയാണിക്കൊക്കെ ഷാജീരാൻ ചേർത്തൊക്കെ ചിലർ പൊടിക്കാറുണ്ട്, പക്ഷേ അത് പലർക്കും കിട്ടാൻ സാധ്യതയില്ല. അതുപോലെ അതും കൂടെ ചേർത്ത് നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കറികൾക്ക് കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഇതിൽ ചേർക്കാനായിട്ട്. ബിരിയാണിക്കായിട്ട് സെപ്പറേറ്റ് പൊടിക്കുന്ന സമയത്ത് നമുക്ക് അതൊക്കെ ചേർത്ത് പൊടിക്കാം. ഇപ്പോൾ സാധാരണ നമ്മൾ ടീസ്പൂണൊക്കെ അളവിലാണല്ലോ ഗരം മസാല കറികളിലൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു 10-20 കറിക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ സാധാരണ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3 കറിക്കുള്ളത് മാത്രമേ പൊടിച്ചു വെക്കാറുള്ളൂ. ഇനി അങ്ങനെ ഒരു കറിക്കായിട്ട് പൊടിക്കുന്ന ഗരം മസാലയുടെ അളവ് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പം ഇത് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പിയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.